CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ സുധാകരൻ KPCC പരിപാടിയിൽ പങ്കെടുത്തതാണ് സഖാക്കളെ ചുടിപ്പിച്ചത്. കോൺഗ്രസ് വേദിയിൽ സർക്കാരിനെ മോശപ്പെടുത്തി പ്രസംഗിച്ചുവെന്നും ആർ നാസർ. കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാലും ന്യൂസ് ഡെസ്കിൽ നിന്നും നീലിമ ഭാസ്കറും ചേരുകയാണ്. ആദ്യം സുധീഷ് ഗോപാലിലേക്ക്. സുധീഷ്, വലിയ വിമർശനം തന്നെയാണ് G. സുധാകരൻ സജി ചെറിയാനെതിരെയും AK ബാലനെതിരെയും നടത്തിയിരിക്കുന്നത്. കുറേ നാളുകളായി പാർട്ടിയോട് വിഭിന്ന നിലപാടുകൾ സ്വീകരിച്ചു പോവുകയാണ് G. സുധാകരൻ. വിഭിന്ന നിലപാടുകൾ എന്ന് പറയുമ്പോൾ പാർട്ടിക്കുള്ളിലെ നീതി നിഷേധത്തിനെതിരെ, അധാർമികതയ്ക്കെതിരെ കൃത്യമായ ഇടപെടലാണ് G. സുധാകരൻ നടത്തിയത്. അതിൽ ചിലർ പ്രകോപിതരാണ്. അതിലുള്ള കടുത്ത വിമർശനം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തിനുമുണ്ടായതല്ലേ? തീർച്ചയായും KP, ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇന്നലെ സജി ചെറിയാൻ നടത്തിയ ഒരു പ്രസ്താവനയ്ക്ക് അതിനുള്ള മറുപടിയായിരുന്നു G. സുധാകരൻ നടത്തിയത്. G. സുധാകരനെ ഉപദേശിക്കാൻ വരണ്ട എന്നതാണ് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടിയത്. കാരണം G. സുധാകരനെതിരെ ഇത്രയേറെ അധിക്ഷേപമുണ്ടായിട്ടും അതിന് തടയിടാൻ ഇന്നലെ തന്നെ G. സുധാകരൻ സൂചിപ്പിച്ചതാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സജി ചെറിയാനോ കേന്ദ്രീയ കമ്മിറ്റി അംഗമായ CS സുജാതയോ അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറിയോ ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി അംഗമായ CK ചന്ദ്രബാബു ആരും തന്നെ ഇടപെട്ടില്ല. അവർ പറയാതിരിക്കുന്നത് കൊണ്ടാണ്, പറയേണ്ടവർ പറയാത്തത് കൊണ്ടാണ് തനിക്ക് വേണ്ടി താൻ തന്നെ പറയേണ്ടി വരുന്നതെന്ന ഒരു മുഖവരയോടുകൂടി തന്നെയാണ് G. സുധാകരൻ ഇന്ന് സജി ചെറിയാനെ വിമർശിച്ചത്. സജി ചെറിയാൻ ഇത്തരത്തിൽ തന്നെ ഉപദേശിക്കാൻ ഒരു തരത്തിലുള്ള അർഹതയുമില്ല. മന്ത്രിസഭയിൽ നിന്ന് പോലും പുറത്താക്കപ്പെട്ട സജി ചെറിയാനാണ് തന്നെ വിമർശിക്കാൻ വരുന്നത്. പലതരത്തിലും താൻ മന്ത്രിയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയുമായിരിക്കുമ്പോൾ സജി ചെറിയാന് പിണറായിയെ കാണാൻ വരെ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. സജി ചെറിയാൻ്റെ വളർച്ചയിൽ വലിയ പങ്കുള്ള ആളാണ് താൻ. എന്നിട്ടും താൻ പാർട്ടിക്കുള്ളിലുള്ളപ്പോൾ പാർട്ടിയോടെ ചേർന്ന് പോകണം എന്ന തരത്തിൽ ഉപദേശിക്കുകയാണ്. ഉപദേശിക്കാൻ പോലും, കാര്യങ്ങൾ പറയാൻ പോലും കൃത്യമായി അറിയില്ല. അത്തരത്തിൽ വീഴ്ച വരുത്തി മുഖ്യമന്ത്രി അടക്കം പ്രതിരോധത്തിലാക്കുന്ന സംഭവം പോലും സജി ചെറിയാനിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അത്തരം സജി ചെറിയാനാണ് തന്നെ ഉപദേശിക്കുന്നത്. അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത്. ഈ തരത്തിലുണ്ടായ അധിക്ഷേപങ്ങൾക്ക് മാപ്പ് പറഞ്ഞുകൊണ്ട് ഇനി അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയായിരുന്നു ഉണ്ടാവേണ്ടത്. മറിച്ച് ഒരു ഘടകകക്ഷിയോടെ പറയുന്നത് പോലെ താൻ പാർട്ടിയോടെ ചേർന്ന് പോകണമെന്ന് പറയുമ്പോൾ അത് സംഘടനാ വിരുദ്ധമായ ഒരു പരാമർശമാണ്. ഇത്തരത്തിൽ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ അതിൽ ഖേദിക്കേണ്ടി വരും എന്നതാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ സജി ചെറിയാൻ ഇങ്ങനെ സംസാരിച്ചാൽ എങ്ങനെ മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാവാനാണ്? അതിന് അമ്പലപ്പുഴയിൽ നിന്ന് അടക്കമുള്ളവർ ജയിക്കണമെങ്കിൽ ഇത്തരത്തിൽ പറഞ്ഞാൽ മതിയോ? AK ബാലൻ പ്രചരണത്തിനെത്തുമോ എന്നതടക്കം ചോദിക്കുന്നു. AK ബാലനും തനിക്കെതിരെ പറയേണ്ട എന്ത് കാര്യമാണ്? 1971 SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി ഇരിക്കുമ്പോൾ തന്നെ ഡ്രാക്കുള എന്ന് വിളിച്ചു. അത്തരത്തിൽ വിളിച്ച ആൾക്കെതിരെ ആ സമ്മേളനത്തിൽ, അത് സമ്മേളനമാണ് നടപടിയെടുക്കുന്നത്, അത് ഇപ്പോഴും AK ബാലൻ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഇതേസമയം SFIക്കാരൻ എന്ന നിലയിൽ നിന്നും താൻ വളർന്നിട്ടില്ല എന്ന തരത്തിൽ AK ബാലൻ വരുമ്പോൾ അത്തരത്തിൽ മാറാൻ, ആ രീതിയിൽ നിന്നും മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ തനിക്ക് മാറ്റമില്ല, താൻ എന്നും ഒരുപോലെ തന്നെയാണ്, AK ബാലനാണ് മാറിയതെന്ന മറുപടിയാണ് AK ബാലന് നൽകിയത്. ഇതേ സാഹചര്യത്തിൽ തന്നെ H. സലാമും ആർ നാസറും അടക്കമുള്ളവരും പ്രതികരണവുമായി രംഗത്തെത്തി. നിലിമ ഭാസ്കറിലേക്ക് പോകാതിനു മുമ്പ് ആർ നാസറിന്റെ പ്രതികരണത്തിലേക്ക്. G. സുധാകരൻ സാവ് KPCCയുടെ ഒരു സാംസ്കാരിക സമിതിയിൽ അദ്ദേഹം പങ്കെടുത്തു. അപ്പോൾ ആ സാംസ്കാരിക പരിപാടിയാണല്ലോ, അതിൽ പങ്കെടുക്കുന്നതിനൊന്നും യാതൊരുവിധ പ്രശ്നമില്ല. സാംസ്കാരിക നായന്മാരെല്ലാം പങ്കെടുക്കുന്ന പരിപാടിയാണല്ലോ, അതിന് പ്രശ്നമില്ല. ആ യോഗത്തിൽ അദ്ദേഹം നടത്തിയൊരു പ്രതികരണം നമ്മുടെ ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയും ഒക്കെ ദുർബലപ്പെടുത്തുന്ന രൂപത്തിൽ, മോശപ്പെടുത്തുന്ന രൂപത്തിലേക്കുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. ഒരു പാർട്ടി മെമ്പറായിരിക്കുന്നിടത്തോളം കാലം അങ്ങനൊരു പ്രതികരണം അദ്ദേഹം നടത്താൻ പാടില്ലാത്തതാണ്. അപ്പോൾ ആ പ്രതികരണം വന്നതിന് ശേഷമാണ്, പ്രതികരണത്തെ തുടർന്നാണ് വളരെ മോശപ്പെട്ട രൂപത്തിൽ സഖാവിനെ മോശപ്പെടുത്തിക്കൊണ്ട് കുറേയധികം സഖാക്കളല്ലാത്തവരുമൊക്കെ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ചില പ്രതികരണം നടത്തുന്നതായി. അത് സുധാകരൻ സാവ് അങ്ങനെ ചെയ്താലും, സുധാകരൻ സാവിനെ നല്ലപോലെ അറിയാവുന്നവരാണ് എല്ലാവരും, അങ്ങനെ പ്രതികരിക്കാൻ പാടില്ലാത്തവരാണ്.